ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ തമ്പുരയിൽ കണ്ട പോലെ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ SSCGയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ എക്സാം ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു 4, 5, 6 എന്നുള്ള തീയതികളിൽ അല്ലേ. അപ്പോൾ അപ്പോഴത്തെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ഇലക്ഷൻ സമയത്തായതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും എക്സാം, അതേപോലെ അത് നീണ്ടു പോകില്ലേ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ പലരും എക്സാം 4, 5, 6 തീയതിയിൽ ഉണ്ടാവില്ല, അത് ജൂണിലോ ജൂലൈയിലേക്കൊക്കെ മാറുന്ന രീതിയിലായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അല്ലേ. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കുറച്ചും കൂടി എങ്ങനെ എഫക്റ്റീവായിട്ട് പോകുന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിലെന്താ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ അത് നമുക്ക് നോക്കാമെന്ന്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൽ പറയുന്നത് കണ്ടില്ല, ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി സർവേ ആൻഡ് കോൺട്രാക്ട്സ് എക്സാമിനേഷൻ പേപ്പർ 1 4, 5, 6 ആയിരുന്നു. ഇപ്പം പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അതെന്തായി 5, 6, 7 തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ 4-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും അല്ലേ. കൗണ്ടിങ് 4-നാണ്. അപ്പോൾ അതുകൊണ്ട് 5, 6, 7 എന്ന് പറഞ്ഞ തീയതിയിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ട് അതെന്താ അത് ജൂൺ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ജൂലൈ മാസമൊക്കെ ആയിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതെന്താ 4-ലെ ഡേറ്റ് മാറ്റി പകരം 7-ാം തീയതിയിലേക്ക് എക്സാം ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. 4, 5, 6 പകരം 5, 6, 7. അപ്പോൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് 2 മാസം കഷ്ടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളെന്ത് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇന്നിപ്പം 8 ഉണ്ട്, ഏപ്രിൽ 8, മെയ് 8, ജൂൺ 8 പറഞ്ഞാൽ അപ്പോൾ ഒരു 60 ദിവസത്തിന് അടുപ്പിച്ച് 60 ഇല്ല 58 ദിവസം. അപ്പോൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാത്തവരെന്താ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരെന്താ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ അപ്ലൈ ചെയ്യാത്തവരെന്താ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.